അപ്പൊ എല്ലാവർക്കും വെൽക്കം. യൂറോ ട്രക്ക് സിമുലേറ്റർ ലൈവ് ബ്രോ. ട്രക്ക് സിമുലേറ്റർ കളിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അതിന് ഈ മോസ എന്ന് പറഞ്ഞ കുറച്ച് പ്രൊഫഷണൽ വീലാ ബ്രോ. അത് നമ്മുടെ നോർമൽ ലോഗിടെക്കിന്റെ പോലത്തെ അല്ല, ഇത് കുറച്ച് കിടിലം വീലാണ്. ഇവന്മാർക്ക് കുറെ കോഡിങ്ങും അതും ഇത് എന്തൊക്കെയോ കാലിബ്രേഷൻസ് ഒക്കെ ഉണ്ട്. ഇവന്മാരുടെ സോഫ്റ്റ്വെയർ തന്നെ കാണണം, നമ്മളെ തന്നെ കിളി പോകും. ഇത് എങ്ങനെ ഇതെന്താ അവർ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിന്ന് തലവെട്ടിക്കളയോ എന്റെ? അത് ശരി, ഒന്നും പറയാൻ പറ്റൂലേ ഇത്. പിന്നെ എന്തിനാ ഇവിടെ വന്ന് MRCക്ക് ബാങ്ക് കിട്ടിയെന്ന് സ്പാം ചെയ്യണേ? അത് അവരെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തല വെട്ടിക്കളയോ? അയ്യോ, ഇത് കുറെ ദിവസം കൊണ്ട് ഞാൻ കേൾക്കണല്ലോ. പിന്നെ ഇതൊക്കെ എന്താണ്? ഇവിടെ വന്ന് സ്പാം ചെയ്യുക, MRCക്ക് ബാങ്ക് കിട്ടിയത്. ഞാൻ പിന്നെ എന്ത് ബാങ്ക് കിട്ടിയോന്നല്ല ചോദിച്ചല്ലോ, എനിക്ക് അറിയത്തോലില്ല. എനിക്ക് നിങ്ങളുടെ കാര്യം നോക്കേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് ടിവിയുടെ കാര്യം നോക്കിയാൽ പോരെ. ഇവിടെ വന്ന് സ്പാം ചെയ്തിട്ടല്ല ഞാൻ ചോദിച്ചത്. എടാ ഇതൊക്കെ എന്താണ്? മിണ്ടിയാ കുറ്റം, മിണ്ടി ഇല്ലേലും കുറ്റം. കണ്ണാപ്പി എന്താ ഗൈസ്, അവരോട് ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റേ രണ്ടുപേർക്ക് PS5 ലൈവ് തീരുന്നതിന് മുമ്പ് 5 ഡിന്നർ അടിക്കണം. പറയാം, എൻ്റെ അടുത്ത് ഈ ഗ്യാങ് ഹൗസ് അപ്ഡേറ്റ് ചോദിക്കില്ല ഗൈസ്, അതൊരു സമയം എടുക്കും കുറെ. അതവൻ ഇന്നലെ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ ഗ്യാങ് ഹൗസ് പണിയുന്ന രായനാണ്. ഞാൻ ഇന്നലെ നമ്മൾ ആക്സിഡന്റലി ഞാൻ ലൈവിനകത്ത് റിവീൽ ചെയ്തു പോയി. രായന്റെ പുതിയൊരു സംരംഭമാണ് സീറോ ഡിലേ എന്ന് പറഞ്ഞിട്ട് സിറ്റിയിലെ ഇവന്റ്സും കാര്യങ്ങളും ഒക്കെ ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഇതായിട്ട് രായൻ തുടങ്ങിയ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ രായനെ തന്നെയാണ് ഫസ്റ്റ് വർക്ക്, നമ്മുടെ ആദ്യത്തെ വർക്കായിട്ട് രായനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. താമരാക്ഷം പിള്ള അധോലോകം. സൂപ്പർ ഓരോ ദിവസം ഓരോ ഗ്യാങ് ഡ്രസ് നമ്മൾ ഇട്ടിട്ടിറങ്ങി വരുമ്പോ അടുത്ത ദിവസം വരുമ്പോ എന്താടാ ഡിസ്മിസ് ചെയ്തേക്കാം. മോളെ റൂമിൽ കിടന്ന് ഉറങ്ങും. ഒരു വാക്കൊന്നും വിളിക്കാത്തത് എന്നോട് പറഞ്ഞ ചന്ദ്ര. പക്ഷെ നീ ഗ്യാങ്ങിന്റെ കുറെ കാര്യങ്ങൾ നീ നേടിയെടുക്കുന്നുണ്ട്. നീ അണ്ണങ്ങ മാറ്റിയെടുത്ത് പറ്റിട്ട് കൊണ്ടുപോകണം. ഇല്ല കുഴപ്പമില്ല. ഇതൊന്നും ഫോൺ നമ്പർ ഫ്രീ ആയിട്ടാ. എടാ നീയൊക്കെ ഏത് ഉത്തരവാദിത്തം ഇല്ലാത്ത വാണപ്പ ഗ്യാങ്ങിന്റെ ഇതെടുത്ത് ഞാൻ ഇന്നലെ മനസ്സിലായ. ഫോൺ നമ്പർ ഫ്രീ ആയിട്ട് തന്നു അവന്. എന്തെങ്കിലും അറിയണോ അവന്? എന്തെങ്കിലും ഞാൻ പോയി ഡ്രസ് മാറിട്ട് വരട്ടെ. ഗ്യാങ്ങിൽ എന്തെടുത്താണ് നമുക്കൊന്നും കിട്ടിയില്ല. നമ്മുടെ ഫ്രണ്ട്സിന്റെ വണ്ടി നമ്മളെ പാർക്കിട്ട് ചേഞ്ച് ആയി. ഇപ്പൊ പീടി മാറി മിസ്റ്റർ എക്സ് ആയിട്ടാ ചേഞ്ച് ആയില്ലേ? ആർക്കും ഒരു പ്രശ്നമില്ല, കിട്ടില്ല വണ്ടി, കിട്ടണം വണ്ടി. ഞാനാ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞോടല്ലോ. പിന്നെ എനിക്ക് അത്ര അണ്ണ വണ്ടി എടുത്താണ്. ആര് ചോദിക്കാ ഇവിടെ? അന്നാ ചന്ദ്ര കൊടുക്കണ ചന്ദ്ര അറിയത്തരുന്നത് കുറച്ച് വളത്തോട്ട് നേരെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടേ സ്കിഡ് ചെയ്ത് വണ്ടി ഇറക്ക്. നേരെ ഫ്രണ്ട് ലെഫ്റ്റിലോട്ട് എടുത്തിട്ട് സ്കിഡ് ചെയ്ത് വണ്ടി ഇറക്കി തിരിക്കി ഇവിടെ ഇട്ട്. അവർക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞാലും കൊടുക്കാൻ പറ്റില്ലല്ലോ. നമ്മളിവിടെ ഇരിക്കാണ് ഇറക്കി കയറാൻ പറയേ. വണ്ടിക്കത്ത് ഇളകി വീണേ. ഒരു ടയറങ്ങ് അടിച്ചു പൊട്ടിക്കട്ടെ. ഇല്ല ഇത് ഇതിനൊരു എനക്കും ഇല്ല. ഇത് ഫ്രണ്ടിലോട്ടും കൊളീസും ബാക്കിലോട്ടും കൊളീസും. നിവർന്നില്ലേ ചന്ദ്ര? അവിടെ നിവർന്നല്ലേ? ഓക്കെ. ഇനി എടുത്തോക്കളെ. ഒരു ബ്രെയിനിൽ 2 പാർട്ടാന്ന് തോന്നില്ല. അല്ലടാ ബ്രെയിൻ അല്ലത്. ഇടത്തെ ചന്തിയും വലത്തെ ചന്തിയും. ബ്രെയിൻ എന്ന് പറയരുത്. ഇടത്തെ ചന്തിയും വലത്തെ ചന്തിയും.
മാറ്റി കൊടുക്കും. മേളിലൊരു കൂട്ടായിട്ട് ഈ ജീപ്പ് എടുത്ത് മാറ്റാൻ വിളിച്ച് ഡ്രസ് മാറ ഡ്രസ് മാറത്തില്ല ഡ്രസ് മാറ അല്ല ഇവനെ പറഞ്ഞല്ലേ ഇതൊന്നും മാറ്റുമോ നോക്കട്ടെ ഒറ്റടിക്കോ ചന്ദ്ര റിവേഴ്സ് ഇറക്കി വെക്ക് റിവേഴ്സ് ഇറക്കി വെക്ക് രണ്ടാണ് എടുത്തത്. എവിടെന്ന് കാണാൻ മേളിന്ന് പറഞ്ഞുതരാം റിവേഴ്സ് ലെഫ്റ്റ് വളച്ചിട്ട് ലെഫ്റ്റ് വളച്ചിട്ട് ഇടിച്ച് തെറിപ്പിച്ചിട്ട് ഞാൻ ടിവിയുടെ കയ്യിൽ പോണല്ലേ കൊള്ളാം. രണ്ടെണ്ണം കിട്ടി ഞാൻ രണ്ടെണ്ണം പറഞ്ഞു തരുമെന്ന് എന്ത് തരണമെന്ന് എന്തോ ചോദിക്കുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യുന്നത്? ഒരു 5 കോടി രൂപ തരാം വണ്ടി ഇറക്കി വിടുന്നു. സമയം എടുക്കണം കുറച്ച്. അപ്പൊ പിന്നെ ഓഫർ ക്യാൻസൽ. വാ ചന്ദ്ര അലീനയുടെ നമ്പർ എന്താ ചന്ദ്ര? എനിക്ക് അതിന് സിറ്റി ഇല്ല അണ്ണാ. സിറ്റി അണ്ണാ ഒന്നുമില്ല അതെന്ത് പറയാനുള്ള തോന്നുന്നു. അലീന ഇത് വർഷങ്ങളെ എണ്ണായിരിക്കുന്നത് ആണോ? ഇത് തുടങ്ങിയപ്പോ തൊണ്ട് ഇത് ഇവിടെ ഇത് ചന്ദ്രന്റെ ആരോ പോലും ഇല്ല എണ്ണ ഇവനെ കണ്ട് എന്റെ ഫ്രണ്ട് ഇരിക്കുന്നതാണ് നീലന്റെ മുടിയും കൂടെ വെച്ച് വാ നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൂപ്പരെ? ഇനി നക്കല്ലേ അത് നമ്മളോട് മറ്റേ ഡോക്ടറെ കാണാൻ പോയപ്പോ ഡോക്ടർ പറഞ്ഞതാണ് എന്ത് സിറ്റിയില് മാസ്ക് ഇട്ട് കിടക്കണം, അല്ലെങ്കിൽ എന്തോ ഇൻഫെക്ഷൻ വരുന്നുണ്ട്, ചുമ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ അടുത്തോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ മോട്ടിവേറ്റ് ചെയ്തു. അതൊക്കെ ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലായ അണ്ണന് ഇമ്മ്യൂണിറ്റി കൂടെ. ഈ ഇമ്മ്യൂണിറ്റി കൂടെ എന്താ ചെയ്യണ്ട അണ്ണ? ഇമ്മ്യൂണിറ്റി കൂടാൻ രാവിലെ എണീറ്റ് സൂര്യ നമസ്കാരം ചെയ്യണം. അയ്യോ, അതൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല എണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ ആ കൊച്ചിറക്കനെ വിളിച്ചു നോക്കി അറിയാം അവനെന്തോ ലീഡർ. അവന്റെ നമ്പർ അറിയണ്ടേ? എല്ലാരും നമ്പർ മാറിയില്ലേ? ചന്ദ്രനോട് ചോദിച്ചവരെ ചന്ദ്രൻ കമാൻഡോസ് അന്ന് പറഞ്ഞ സർപ്രൈസ് ആയിട്ട് വാസ്തവനെ കാണണോന്ന് ഞാൻ പറഞ്ഞ ടീച്ചറെടുത്ത്. നമുക്ക് റിയാക്ഷൻ ഉണ്ടോ? റിയാക്ഷൻ ഉണ്ടോ? നമുക്ക് റിയാക്ഷൻ ചെല്ലുമ്പോഴേ തൂറി മെഴുകിക്കോണേ. വലിയ ആഗ്രഹത്തോടൊന്നും ഏവനെ വിളിക്കായിരുന്നു, അവനാണ് അഭിനയത്തിന് ബെസ്റ്റ്. പൊങ്ങി. ഇത് എപ്പോ വന്ന്? അല്ല ഇതെന്തോ മറ്റേ പബ്ബി ഇപ്പൊ ഡ്രസ് ഒക്കെ ഇട്ടോണ്ട് ജോക്കി ഞാനിപ്പോ ഇങ്ങനെയാ നടക്കാറ്. ഇവിടുത്തെ ജെൻസി പിള്ളേർ കൂടെ പിടിച്ചിരിക്കണ്ടേ? വൈദവേ ഞാനൊരു ജെൻസി ആണല്ലോ. 1997 മറ്റേ അവന്റെ കാര്യം. ആരാ? അലീന. അയ്യോ ചന്ദ്രന്റെ കാലിന്റെ ഇടയിൽപ്പെട്ട് ചൂട് വരച്ച് കഷ്ടായി പോയല്ലോ. എന്താ ജോക്കി? ഞാനിട്ടാ ചിലപ്പോ ഇവൻ എന്തേലും ജോക്കി വെറുതെ എക്സ്ചാറ്റിലെ അലീന ഡ്രോപ്പ് നമ്പർ എന്ന് പറഞ്ഞ ഒന്ന് മെസ്സേജ് ഇട്ടെ. t/xchat അലീന ഡ്രോപ്പ് നമ്പർ വന്നില്ല. ഇതേ ചന്ദ്രന്റെ കാലിന്റെ മലീനയാ? മലീന ഡ്രോപ്പ് നമ്പർ വാസു അവളുണ്ടോ? അളിയാ അയ്യാ അണ്ണാ ജോക്കി എന്ത് സുഖമാണോ ജോക്കി? ആ സുഖമാണ്.
എടാ, ഞാനേ ഒരു കാര്യം അരമണിക്കൂർ പറയട്ടെ. വരുമ്പോ ഒരാൾ എക്സൈറ്റ്മെന്റ് ആയിട്ട് വരുന്നത്. എന്നാലും എന്താടാ അലീന ഉണ്ടോടാ ചന്ദ്ര സിറ്റിയില്? ഇല്ല അണ്ണാ, അവള് ഇത് മറ്റേ സ്കൂളിലെ ബുക്ക് എടുക്കാൻ വേണ്ടിട്ട് പോയേക്കാ പൊള്ളാച്ചിയില്. സ്കൂളില് ബുക്ക് എടുക്കാൻ പൊള്ളാച്ചി പോകണ സ്കൂൾ ഇവിടെ വളവിലല്ലേ? അല്ലടാ സ്കൂളിലത്തെ ബുക്ക് എടുക്കാണോ അണ്ണ അറിഞ്ഞൂടെ? അത് മറ്റേ പ്രിന്റ് എടുക്കാൻ. അലീന ഇല്ലെങ്കിൽ എന്താ? അണ്ണാ പൂവെടുക്കലെന്ന് പറഞ്ഞ വഴക്കുറഞ്ഞ വിഷമത്തിൽ പോകുന്നുണ്ടാ? നീ എന്തിനാ എണ്ണിട്ടിരിക്കുന്നേ? ഇരി പോയിട്ട് വല്ലതും എന്തെങ്കിലും ചെയ്യാനുണ്ടോ? പെട്ടെന്ന് ഇല്ലല്ലോ. നീങ്ങനെ കണ്ടായിരുന്നാ? ഫുഡ് കഴിക്കാൻ പോയതാ. എടാ, external നല്ല note. പയ്യനല്ലേ അവൻ? അവനെ കാണുന്നുണ്ട് All ഐശ്വര്യ. pump and shop owners who hasn't received their PCC medical certificate. നമുക്ക് കിട്ടിയായിരുന്നോ? നമുക്ക് ഷോപ്പിലല്ലോ അതിന്. അല്ല നമുക്ക് പെട്രോൾ ഇല്ലേ? നമുക്ക് പെട്രോൾ ഇല്ല. കുടിക്കാനാ? പമ്പില്ലേ? പമ്പ് ചെക്ക് ചെയ്ത് കഴിച്ചു ഞാൻ. വലിയ കുറെ കാര്യങ്ങളോട് ഡീൽ ചെയ്യാൻ. ആ കോച്ച് എന്ത് ചെയ്യും? എടാ ഇങ്ങനെ വല്ല വട്ടുണ്ടോ? സൂര്യബോസ് എന്തെറ്റി? 800 ഇങ്ങനെ കൂടെ കൂടെ വന്ന് എന്റെ മടിയിരിക്കും. 8055. നീ ഇത്ര ആറ്റിറ്റ്യൂഡിലാണോ ബാക്കിയുള്ളവരോട് സംസാരിക്കുന്നത്? മനുഷ്യന് ആദ്യം വേണ്ടുന്നത് എന്താണെന്നറിയോ? എന്താ മാനിയോ എന്ത്? മര്യാദ 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 വേണോ? ആ, മര്യാദ. സൗമ്യമായി പെരുമാറാനുള്ള ഒരു ഇതാണ് മനുഷ്യന് ആദ്യം വേണ്ടുന്നത്. മനസ്സിലായേ? ഓക്കേ ബേബാ. അല്ലാതെ നിന്റെ ഈ അപ്പക്കുള്ള മാസ് കട്ടണോന്ന്. ഇവിടെ നിന്റെ അപ്പാടെ മാസം എന്തായിരുന്നു അറിയോ നിനക്ക്? ഒരു 4-5 വർഷം മുമ്പ് നിന്റെ അപ്പാവിടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു വണ്ടി എടുക്കുക, മുതുക്ക് ഗറാജിലും മറ്റേ അവിടുത്തെ മെയിൻ ഗറാജിലും ആൾക്കാരെ ഇടിച്ചിടുക. അതായിരുന്നു നിന്റെ അപ്പാവിടെ മാസ്. എന്നിട്ട് അവിടെ ആൾക്കാർ അവരെ കൈവച്ചും കയ്യും കാലും തല്ലി ഒടിച്ച് ഒരു ദിവസം മൂലക്കിടുന്ന കണ്ടു വിഷമത്തിൽ ഞാൻ വിളിച്ചോണ്ട് വന്ന് ഗ്യാങ് ഹൗസിൽ കയറ്റിയതാണ്. അതാണ് നിന്റെ അപ്പാവിടെ ഇനീഷ്യൽ മാസ്. അതുപോലെ சொல்லாத பெரியப்பா. അത് அது உண்மை இருக்காது பெரியப்பா. അത് ഉന്മേർക്കാവുക. எனக்கு അറിയോ? അതിൽ വെളിയിൽ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ജോലിക്ക് പോയി. പക്ഷെ നിന്റെ അപ്പായിക്ക് പണിയെടുക്കാനുള്ള ഇതില്ല. മനസ്സിലായി? അവൻ ഇങ്ങനെ ആൾക്കാരെ കട്ടും മോട്ടിച്ചും പിടിച്ചു പറിച്ചും അത് ഇപ്പൊ ചെയ്യുന്ന പോലെ അങ്ങനെ ജീവിക്കണം. അങ്ങനെ നാട്ടുകാരെല്ലാം അവിടെ പിടിച്ച് കെട്ടിയിട്ട് നല്ല തല്ലുകൊണ്ട് വഴി കിടന്ന് തല്ലുകൊണ്ട് ചാവണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ നിന്റെ അപ്പായെ TV-ക്കകത്തോട്ട് കൊണ്ടുവരുന്നത്. இப்பதான் புரியுது பெரியப்பா. അല്ല നിന്റെ അടുത്ത് എന്താ പെരിയപ്പ നൈറ്റ് ഇട്ട് വെളിയിൽ പോയെന്നല്ല, നേരത്തെ കൂടെ ഇന്നലെ കൂടെ ഇവിടെ ഉണ്ടായിരുന്നത്. എവിടെ പോയെന്ന് അറിയില്ല. പെரியമ്മ പക്കத்துல தான் இருக்கா. ഫോൺ തട്ടമ്മ പെரியമ്മേട്ടാ. എനിക്കൊന്ന് സംസാരിക്കണ കണ്ട കാട്ടുകോഴിയോട് എനിക്ക് ഇവളുടെ സൗണ്ട് കേൾക്കുമ്പോഴേ എനിക്ക് വകയതാ. അതെ ഞാനൊരു കാര്യം പറയട്ടെ. ഇതിപ്പം ഇതെന്തിനു ചെയ്യാൻ പറ്റും? ഇത് ഞാനൊരു കാര്യം പറയട്ടെ ജോക്കി. സംഗതി ഇവളൊരു ചൊറിയാണെങ്കിലും ഇവളാണ് ഫുൾ ടൈം അവരുടെ കൂടെ നടക്കുന്നത്. എലിയെന്ന് വിളിച്ചേ. ഹലോ பெரியப்பா சாரி பெரியப்பா. நடுவுல பெரியம்மா வந்து டிஸ்டர்ப் എടാ, பண்ணாங்க. பெரியம்மா தூரம் നിന്നോട് യാര് സൊന്ന് ഫോൺ വന്ന അവളുടെ കൊടുക്കാൻ? ഊങ്കിട്ടതാ ഞാൻ പേസിട്ട് ഇരുന്നേ. மல்சாய் 7022. 7022. ഇവിടെ ജോക്കി ഇருக்கு. ജോക്കി தாத்தா வந்திருக்காடா. அது வந்துட்டு எப்படி காகிதத்தை താത്ത വന്ന് ഓട്ടോയില് വന്നതല്ല, താത്ത വന്നിരിക്ക. അവൻ താത്താന്നല്ലേ ജോക്കി വിളിക്കുന്നേ. ജോക്കി തമിഴ് പഠിക്കണം. തമ്പി சொல்லுங்க தாத்தா. ஃபுட் கைக்கு மெயில் போட்டா அம்மாக்கு மெயில் போட்டா. മെയിലാ? ഇല്ല, അമ്മ വേണമെന്നില്ല. ஓகே ஓகே பாப்பா. ഇപ്പൊ തൽക്കാലം ഒരു സെക്കൻഡ്. நடுவுல வந்துட்டாங்க. சாரி. ഓ നടുവിലെയാടാ. എവളോ വാട്ടി ഉങ്കിട്ട ഞാൻ ചൊല്ലിയടാ ഫോൺ. சொல்லுங்க பெரியப்பா. അന്താ മൊരട്ടച്ചിയും കൂടെ വിളിച്ചോണ്ട് വാ. ஓகே ஓகே பெரியம்மாவை கூட்டிட்டு வரேன். பெரியம்மா தூங்கி ജൂഡ് സാവേജാണോ ഇപ്പൊ? ഇല്ലടാ, ഞാൻ പെട്ടെന്ന് 2 ജെ ആയോണ്ട് മാറിപ്പോയതാ.
ഇല്ല അതല്ല തിരക്കിലായിരിക്കും ഫ്രീ ആണെങ്കിൽ വന്നേ. എല്ലാവർക്കും പൂ കൊണ്ട് കൊടുക്കുന്നതാണ്. അപ്പൊ പൂവിന്റെ പറയല്ല പൂവ് അടുത്ത് വായ കൊടുത്തേക്ക് വിഷമമായി. വായി കൊടുക്കാനൊന്നും പറഞ്ഞില്ല, പൂവെടുത്ത് അമ്മായി കൊണ്ട് കൊടുക്കാനേ പറഞ്ഞു. ആ അവനത് വിഷമമാണ്, മനസ്സിലായി. അങ്ങനത്തെ ചെറിയ ചെറിയ സോഫ്റ്റ് ഹേർട്ടഡ് അവൻ ഇവനെ പോലെ സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റത്തില്ല. ഇതുപോലത്തുള്ള നിർഗുണങ്ങളെ നിർഗുണന്മാരെ ഒന്നും ഗ്യാങ്ങിൽ വേണ്ട, നിർഗുണന്മാരെ ഗ്യാങ്ങിൽ വേണ്ട. നിർഗുണ മനസ്സുള്ള ആ ജോക്കി എത്ര നാളായി ഈ കഴിവാത്ത നടക്കണം. ഇഷ്ടം പോലെ എണ്ണം ഉണ്ട്, ഇത് കഴിവാത്തൊന്നും അല്ല. ഈ മുണ്ടയും മറ്റേ പടച്ചട്ട ഇവിടെ ഇല്ലെന്നേ. ഏത് പടച്ചട്ടാ? എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവനൊക്കെ വേറെ ഉടായിപ്പാ. സിറ്റിയിൽ അങ്ങോട്ട് വന്ന് കാല് കുത്തി കഴിഞ്ഞാൽ 10 എണ്ണം തോക്കിട്ടാട്ടും എന്നൊക്കെ പറഞ്ഞ ഇന്ത്യ എന്തോ. സാബ്ഗുരുവിന്റെ മാനേജറൊക്കെ വന്നിട്ടുണ്ട് ചന്ദ്രന് കാണാൻ. അതോ എവിടെ ചെങ്ങായി ആ കോട്ടിട്ട് അതെ പറഞ്ഞോളൂ. അണ്ണൻ നീ ഞങ്ങള് വന്നപ്പോ നിനക്ക് സംസാരിക്കണ്ടായിരുന്നല്ലോ ചന്ദ്രൻ. അക്കൗണ്ട് ഇടാൻ പറഞ്ഞു. അണ്ണ വാസണ്ണൻ വിളിക്കുന്നു. അണ്ണനെ വിളിക്കുന്നു. എത്ര ഇടണ്ടേ? അല്ലല്ല നമ്മള് സാബുറിന്റെ അടുത്ത് പറ, ഞാൻ ഇപ്പൊ പറയാം. അല്ല ഇവിടെ ഇറങ്ങി ഇപ്പൊ വരണ്ട. ആവശ്യമില്ല. അണ്ണനെ പൈസ വാങ്ങിച്ചിട്ട് വരും സാബുരുടെ അടുത്ത്. അതൊന്നും അല്ല, ഈ ഗ്യാങ്ങിന് എന്തോ എക്സ്പെൻസ് ആണ് ഇത്. 1000 കോടിയൊക്കെ. ജോക്കി നിങ്ങൾ എന്തോ വിചാരിച്ച ജോക്കി? 35 പേര് രാപ്പകലില്ലാതെ ഇവന്മാരെ തീറ്റി പോറ്റണം. അരികെ ആപ്പ് പോലാണ് ഇപ്പൊ നമ്മുടെ ഗ്യാങ് ഹൗസ്. ജോക്കി അനാവശ്യ പ്രൊമോഷനുകൾ ചെയ്യുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയ പോലത്തെ ചെറിയ ഫോണായിരുന്നു. ഫോണില് പിന്നെ എന്തിനാ ഇവനെ ഇങ്ങനെ ദർശനെ വിളിക്കാലോ. ദർശനയാ? ആ എടാ കേക്കാവോ? ഹലോ ഹലോ ജോക്കി. എടാ ഞാൻ ബീച്ചിന്റെ സൈഡിൽ നിന്ന് മെനിങ്ങാൻ നമ്മുടെ പിള്ളേര് എന്നാ പോന്ന് എന്താ പോന്ന് അങ്ങനെ ശരിക്കില്ല. അത് അത്രേ ഉള്ളു. പണ്ടൊരു പെട്ടെന്ന് കണ്ടപ്പോ അവര് ആകാംക്ഷ. ഇതൊരുമാതിരി അല്ല, നിനക്ക് എങ്ങനെ അറിയാമോ? നമ്മളെ ഫ്രണ്ട്സാണല്ലോ എല്ലാരും ഇപ്പൊ സിറ്റിയിലൊക്കെ. പെണ്ണ് വന്നിട്ട് ചുമ്മാ എപ്പ പോവും. അടുത്ത ആഴ്ച ഞാൻ പോകുന്നില്ല. ഓ അതിന്റെ കാര്യമാണല്ലേ പറയണ. ഓക്കെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പേര് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ ജോക്കി. എങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് പറയണം എന്നാലും എനിക്ക് മനസ്സിലാവും. പെട്ടെന്ന് എല്ലാരും കാണുന്നതല്ലേ. മിസ്റ്റർ എക്സ് നമ്മുടെ എല്ലാം കളഞ്ഞേ അനൗൺസ്മെന്റ് വന്നേ. അല്ല കയ്യിലെടുത്ത് ചുറ്റാന്നല്ലേ ഉള്ളൂ. എവിടെയാടാ ഈ പോന്നെ? കൊറേ നേരമല്ല വണ്ടി വിട്. അവര് വരുന്നതേ ഉള്ളൂ. അവിടെ സ്കൂളിൽ പോയി നമ്മൾ കാത്തു കെട്ടി ഒരു പണിയില്ലാത്ത ഷണ്ടന്മാരാണെന്ന് കാണിക്കല്ലേ. നമ്മൾ കുറച്ച് ബിസി ആണെന്ന് കാണിക്കണം. ദർശനയുടെ കാര്യം സീരിയസ്ലി അന്ന് വില്ലുമോനും എന്റെ അടുത്ത് പറഞ്ഞു. പിന്നെ ആരാ എന്റെ അടുത്ത്? വില്ലുമോൻ പറഞ്ഞു, പിന്നെ മന്ദാരം ഒക്കെ പറഞ്ഞു. രാവിലെ മുതൽ വണ്ടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങും. അണ്ടിക്കട ഉണ്ടെങ്കിൽ 2 അണ്ടി വിൽക്കും.